നമസ്കാരം. നമ്മുടെ മലയാളികൾ എവിടെ ചെന്നാലും മലയാളികൾ തന്നെയാണെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഓരോ പുറത്തെ ഷോ കഴിയുമ്പോഴും. ഇപ്പോൾ ഈ അമേരിക്കയിലെ വരവിനൊരു വ്യത്യാസം ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ 2 വർഷം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ മലയാളം ചാനലുകളൊക്കെ കിട്ടിത്തുടങ്ങി, കൈരളിയും അതുപോലെ പല ചാനലുകളും കിട്ടിത്തുടങ്ങിയ ശേഷം ആദ്യമായിട്ടാണ് വരുന്നത്. നേരത്തെ വരുമ്പോൾ പുതിയ ഗാനങ്ങളൊക്കെ പാടുമ്പോൾ ചിലപ്പോൾ ഒരു എന്താ പറയുക, ഒരു പലരും കേൾക്കാത്ത ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ പുതിയ പാട്ടുകൾ, ഇൻക്ലൂഡിങ് നമ്മുടെ ലജ്ജാവതി അടക്കം എല്ലാ ഗാനങ്ങളും, ഓഫ് കോഴ്സ് പഴയ മലയാള ഗാനങ്ങൾ ആസ്വദിക്കുന്ന നല്ലൊരു വിഭാഗം ഇവിടെ ഉണ്ടെന്നറിയാം. കാരണം അവർക്കായിട്ട് എപ്പോഴും നമ്മൾ കുറേ നല്ല ഗാനങ്ങൾ, പഴയ നല്ല സെലക്റ്റീവ് സോങ്സ് ഞങ്ങൾ എപ്പോഴും കരുതാറുണ്ട്. അതുകൂടാതെ തന്നെ പുതിയ പാട്ടുകൾ പാടുമ്പോഴേക്കും ഒരുപോലെ തന്നെ അവർക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കാറുണ്ട്. അത് വലിയൊരു വ്യത്യാസമാണ് ഇപ്രാവശ്യത്തെ. പിന്നെ ആസ്വാദന നിലവാരം എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിലായാലും ശരി, ഇപ്പോൾ അമേരിക്കയിൽ വന്നാലും ശരി, ഗൾഫിൽ പോയാലും ശരി, മലയാളികളുടെ ആസ്വാദന ആ ഒരു നിലവാരം അത് കൂടുകയുള്ളൂ, ഒരിക്കലും കുറയാറില്ല എന്നുള്ളതാണ് എൻ്റെ ഈ ഓരോ വർഷത്തെ വിസിറ്റിലൂടെയും പല രാജ്യങ്ങളിലെ വിസിറ്റുകളിലൂടെയും മനസ്സിലാക്കുന്നത്. പിന്നെ അമേരിക്കയിലുള്ള ഓഡിയൻസിന് ഈ ക്ലാസിക്കൽ അല്ലെങ്കിൽ പഴയ പാട്ടുകളെക്കാളും ഇപ്പോൾ പുതിയ പാട്ടുകൾ ഈക്വലായിട്ട്, ഉദാഹരണം പുതിയ ലജ്ജാവതിയെ പോലും ആൾക്കാർ വളരെ വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടല്ലേ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, 2 വിഭാഗം ആളുകളെയും നമുക്ക് ഇപ്പോൾ, അല്ലെങ്കിൽ 2 ടൈപ്പ് പാട്ടുകൾ എൻജോയ് ചെയ്യുന്ന ആളുകളെയും നമുക്കിപ്പോൾ കാണുന്നതുകൊണ്ട് ഞങ്ങൾ ഈ പ്രാവശ്യം വരവിൽ ഈ 2 ടൈപ്പ് ഗാനങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു. പഴയ ഇപ്പോൾ ഇപ്രാവശ്യം വന്നിരിക്കുന്ന നമ്മുടെ തെന്നിന്ത്യയിലെ വാനമ്പാടി KS ചിത്രയുടെ ഒപ്പമാണ്. അപ്പോൾ ചിത്ര ചേച്ചിയുടെ വളരെ മനോഹരങ്ങളായിട്ടുള്ള കുറേ ഹിറ്റ്സിൻ്റെ ഒപ്പം തന്നെ പഴയ ഹിറ്റ്സ്, ചിത്ര ചേച്ചി ആദ്യകാലങ്ങളിൽ പാടിയ മഞ്ഞൾ പ്രസാദം മുതൽ ലേറ്റസ്റ്റ് പാടിയപ്പോൾ ഞങ്ങൾ മനസ്സിനക്കരെ എന്ന സിനിമയിലത്തെ പാട്ടാണ് ഏറ്റവും പുതിയതായിട്ട് നമ്മൾ പാടിയത്. ഞങ്ങൾ എന്നെ ഒരുമിച്ച് പാടിയ പാട്ട് തന്നെ. അപ്പോൾ അതായാലും ശരി, അതുകൂടാതെ ഇപ്പോൾ ഈ പറഞ്ഞ അടിപൊളി പാട്ടുകളും തമിഴ് ഫാസ്റ്റ് നമ്പേഴ്സൊക്കെ പാടുമ്പോഴൊക്കെ തന്നെ ഒരുപോലെ ആൾക്കാരെ എൻജോയ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റി. വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. வந்து என்னோடு கலந்து விடு உயிரே உயிரே, என்னை உன்னோடு கலந்து விடு நினைவே நினைவே, எந்த நெஞ்சோடு கலந்து விடு நினைவே நினைவே, இந்த விண்ணோடு கலந்து விடு. மழை போல்
அடிக்கடி காணும் ரகசிய கனவை அம்பலமாக்கும் நாள் வர வேண்டும். ஓ, சிரிக்கவும் ரசிக்கவும் ருசிக்கவும் அந்த நாள் வந்ததே வந்ததே. வானவில்லை காணவில்லை விழிமுறையில் இங்கே வந்திடுவே. இங்கிருந்து 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 சின்னங்குஞ்சி நீ அழைக்கும் நாய்க்குட்டியானே நீங்க. हो जाए 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 हो जाए. ബിജുവിന് അങ്ങനെയുള്ള പാട്ട് പാടുമ്പോഴാണ് സാറ്റിസ്ഫാക്ഷൻ? അടിപൊളി ടൈപ്പാണോ? ഒരു സിംഗർ എന്ന രീതിയിൽ എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് മെലഡി ഗാനങ്ങളായിരിക്കും. പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഗാനങ്ങൾ പാടുമ്പോഴാണ് നമുക്ക് കുറച്ച് എന്താ പറയുക, ഒന്ന് പ്രത്യേകിച്ച് ചില സ്റ്റേജുകളിൽ കേട്ടോ, നമ്മൾ എല്ലാ സ്റ്റേജുകളിലും ഒരുപോലെ നമ്മൾ മനസ്സ് അലിഞ്ഞ് പാടിയെന്നും പറയാൻ പറ്റില്ല. ചില സ്റ്റേജുകളിൽ പക്ഷെ നമുക്ക് എന്തോ ഓഡിയൻസിൻ്റെ റിയാക്ഷൻ കൊണ്ട് മാത്രമല്ല, ചില ഓഡിറ്റോറിയത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് തന്നെ, കാരണം സൗണ്ട് സിസ്റ്റം വളരെ നന്നായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു ഓഡിറ്റോറിയമൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്തൊക്കെ ചില ഗാനങ്ങളൊക്കെ പാടാൻ പറ്റും. അപ്പോൾ ആരെയിൽ തന്നെ മെലഡി ഗാനങ്ങളാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നതും പാടുമ്പോൾ നമുക്ക് കുറച്ച് ഫീൽ ചെയ്തൊക്കെ പാടാൻ സാധിക്കുന്നത്. ഈ അങ്ങനെ പെട്ടെന്ന് മനസ്സിൽ തങ്ങുന്ന ഒരു പാട്ടിന് 4 വരി ഈ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഇപ്രാവശ്യത്തെ വരവിൽ ഞാൻ സെക്കൻഡ് സോങ് ആയിട്ട് എല്ലാ സ്റ്റേജിലും സെക്കൻഡ് സോങ് ആയിട്ട് പാടിയിരുന്നത് ഞാൻ തന്നെ പാടിയ സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ്. വളരെയധികം അപ്ലോസ് കിട്ടിയ ഒരു ഗാനം കൂടി തന്നെയാണ്. ആ പാട്ട് 4 വരി പാടാം. സൂര്യനായി തഴുകിയുറക്കമുണർത്തുമെന്നച്ഛനെയാണ് എനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെൻ അച്ഛനെയാണ് എനിക്കിഷ്ടം. ഉയിരിന്നുയിരേ ഉയിരിന്നുയിരേ നദിയിൻ മടിയിൽ കാത്തു കിടക്കിன்றேன். നീരയലകൾ നീരവാനിൽ മുഖത്തിൽ ഇരുട്ടും മുഴുതും വേർക്കിன்றேன். நகரம் நெருப்பாய் கொழுத்து வெட்டிருந்தேன். அனந்தை பின்பும் மணலின் மேலிருந்தேன். காலை பணியாக என்னை மாறிக்கொண்டார். நேரம் கூட எதிரியாகிவிட யுகங்களாக வேடம் மாறிவிட அணிந்து கொண்டாயே பின்பு ஏனோ சென்றார் ஏனோ சென்றார். ஓ, അപ്പൊ അമേരിക്കയിൽ ഇത്തവണ വിളിച്ചപ്പോൾ വരാൻ ചെറിയ പേടിയില്ലായിരുന്നു? എന്താന്ന് മനസ്സിലായി. പേടിയൊന്നും ഉണ്ടായില്ല. കാരണം എന്താ വെച്ചാൽ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും കൈറാശം ഉണ്ടായിരുന്നില്ല. കാരണം തികച്ചും എന്താ പറയുക, വളരെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിലാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. പ്രാവശ്യം കൊണ്ട് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഇപ്പം ഈ അടുത്ത് കുറേ സ്ട്രിക്റ്റ് ആക്കിക്കണുണ്ട്. എസ്പെഷ്യലി വിസ കാര്യങ്ങളൊക്കെ ഇമിഗ്രേഷനൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ആര്യയിൽ കുറച്ച് പേടി ഉണ്ടായിരുന്നു. പിന്നെ എത്ര ദിവസത്തേക്കാണ് അവർ ഇവിടെ നിൽക്കാൻ അനുവദിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ 6 മാസത്തെ വിസ അടിച്ചു തന്നു. കുറച്ച് ക്വസ്റ്റനിങ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ലാസ്റ്റ് ടൈം പ്രോബ്ലം ഒന്നും അവർ അറിഞ്ഞുകൊണ്ട് ചോദിച്ചതല്ല, എന്തിനാണ് വന്നത്. കുറേ പ്രാവശ്യം ഞാൻ ഗൾഫിൽ പോയ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടപ്പോഴത്തേക്കും ആ സംശയമായിരിക്കും, ഗൾഫിൽ എന്താ എത്ര തവണ പോയതെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു നമ്മുടെ മലയാളീസ് കൂടുതലുള്ളത് അല്ലെങ്കിൽ കൂടുതൽ ഞങ്ങൾ പെർഫോം ചെയ്യാൻ പോകുന്നത് ഗൾഫിലാണ്, ഞങ്ങൾ എന്താ പറയുക പാട്ടുകാരും. അപ്പോൾ അതുകൊണ്ടാണ് ഗൾഫിൽ പോയതെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ. പിന്നെ അവർക്ക് കാനഡയിൽ പോകുന്നില്ലേ എന്ന് സംശയം. അപ്പോൾ ഏതാണ്ട് പറഞ്ഞ് ഞങ്ങൾ കാനഡയിൽ പോകുന്നില്ല, ഇപ്രാവശ്യം ഷോ ഇല്ല, ലാസ്റ്റ് ടൈം പോയിരുന്നു. അപ്പോൾ ലാസ്റ്റ് ടൈം എന്തിനാണ് പോയതെന്ന് അപ്പോൾ ഞാൻ ലാസ്റ്റ് ടൈം പെർഫോം ചെയ്യാൻ വേണ്ടി പോയതാണ്. അങ്ങനെ ചില ക്വസ്റ്റനിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവർ 6 മാസം വിസ തന്നു. പിന്നെ ഇവിടെയുള്ള ഫ്ലൈറ്റിൽ യാത്രയ്ക്കൊന്നും ഞങ്ങൾ യാതൊരുവിധ പ്രോബ്ലം ഉണ്ടാക്കിയിട്ടില്ല, യാതൊരു ആഗ്യങ്ങളും കാണിച്ചിട്ടില്ല. പിന്നെ ടിഷ്യൂ ഒന്നും ചുരുട്ടാനൊന്നും പോയില്ല. വളരെ നല്ല കുട്ടിയായിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് സോഫ വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല. കൈരളി TV-യുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇനിയും പ്രോത്സാഹനം തരണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി വിടാം.